ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. ഇന്നത്തെ ക്ലാസ്സിൽ നാം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് വാട്ട് ഈസ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആൻഡ് ഹൗ ടു കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്നതാണ്. എന്താണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം ഡിസ്കസ് ചെയ്തിട്ടുള്ള സംഗതിയാണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ ആ ബിസിനസ്സിലുള്ള പാർട്ട്നേഴ്സ് ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ക്യാപിറ്റലിൻ്റെ മുകളിൽ ആ ബിസിനസ് സ്ഥാപനം പാർട്ട്നേഴ്സിന് നൽകുന്ന ഇൻട്രസ്റ്റിനെയാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ആ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് പാർട്ട്ണറെ സംബന്ധിച്ചിടത്തോളം അതൊരു ഇൻകമാണ്. കാരണം അവർക്ക് ബിസിനസ്സിൽ നിന്ന് ലഭിക്കുന്ന ഒരു എമൗണ്ടാണ്. ആ സ്ഥാപനത്തിന് അതൊരു എക്സ്പെൻസ് കൂടിയാണ്. എപ്പോഴാണ് ഒരു പാർട്ട്ണർക്ക് ബിസിനസ്സിൽ നിന്നും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കിട്ടുക? ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇഫ് ദി പാർട്ണർഷിപ്പ് ഡീഡ് അലൗസ് ടു പേ ദി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ആ ബിസിനസ് സ്ഥാപനത്തിൻ്റെ പാർട്ണർഷിപ്പ് ഡീഡിൽ പാർട്ട്നേഴ്സിനുള്ള ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നൽകുന്നതിനുള്ള പ്രൊവിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ആ ബിസിനസ് സ്ഥാപനം പാർട്ട്നേഴ്സിന് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നൽകുവാൻ പാടുള്ളൂ. പാർട്ണർഷിപ്പ് ഡീഡിലൊന്നും പറയുന്നില്ല എന്നുണ്ടെങ്കിൽ there is no interest on capital is allowed to the partners. റൂൾസ് ഇൻ ദി ആബ്സെൻസ് ഓഫ് പാർട്ണർഷിപ്പ് ഡീഡ് എന്നുള്ള ആ ടോപ്പിക്കിൽ നാം പഠിച്ചു കഴിഞ്ഞ സംഗതിയാണ്. അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് പാർട്ണർഷിപ്പ് ഡീഡിൽ ഓരോ പാർട്ട്നേഴ്സിനുമുള്ള ക്യാപിറ്റൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇത്രയാണ്, ആ പേഴ്സൻറ്റേജ് ഇത്രയാണ് എന്ന് കൃത്യമായി കൊണ്ട് മെൻഷൻ ചെയ്തിരിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. അങ്ങനെ പാർട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ it should be calculated on the opening balance in the capital account. ഏത് എമൗണ്ടിൻ്റെ മുകളിലാണ് നാം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഇറ്റ് ഷുഡ് ബി കാൽക്കുലേറ്റഡ് ഓൺ ദി ഓപ്പണിംഗ് ബാലൻസ് ഇൻ ദി ക്യാപിറ്റൽ അക്കൗണ്ട്. നമ്മുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലുള്ള ഓപ്പണിംഗ് ബാലൻസിൻ്റെ മുകളിലാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നാം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ടത്. ഒന്ന്, പാർട്ണർഷിപ്പ് ഡീഡിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നൽകുവാനുള്ള പ്രൊവിഷൻ ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ സംഗതി എന്ന് പറയുന്നത് അങ്ങനെ പാർട്ണർഷിപ്പ് ഡീഡിൽ പ്രൊവിഷൻ ഉണ്ടെങ്കിൽ ആ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നാം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ക്യാപിറ്റൽ അക്കൗണ്ടിലെ ഓപ്പണിംഗ് ബാലൻസിൻ്റെ മുകളിലായിരിക്കണം. ക്യാപിറ്റൽ അക്കൗണ്ട് നമുക്ക് തന്നിട്ടുള്ള ആ ഓപ്പണിംഗ് ബാലൻസിൻ്റെ മുകളിലായിരിക്കണം. അഥവാ നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് എമൗണ്ട് നാം കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. രണ്ടാമത്തെ സംഗതി, ഇഫ് സം അഡീഷണൽ ക്യാപിറ്റൽ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ, ദ ഇൻട്രസ്റ്റ് ഓൺ ദിസ് അഡീഷണൽ എമൗണ്ട് ഷുഡ് ബി കാൽക്കുലേറ്റഡ് ബേസ്ഡ് ഓൺ ദി ടൈം ഫോർ വിച്ച് ദി എമൗണ്ട് റിമൈൻസ് ഇൻ ദി ബിസിനസ്. ഒന്നാമതായിട്ട് പറഞ്ഞു, നമ്മുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലുള്ള ഓപ്പണിംഗ് ബാലൻസിൻ്റെ മുകളിലാണ് നാം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ സംഗതി എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ ഇയറിന് ഇടയിൽ വെച്ചുകൊണ്ട് അഡീഷണൽ ക്യാപിറ്റൽ നാം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ 3-4 മാസത്തിന് ശേഷം ഒരു ഫിനാൻഷ്യൽ ഇയർ ആരംഭിച്ചു, 3-4 മാസത്തിന് ശേഷം അഡീഷണൽ ക്യാപിറ്റൽ നാം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ the interest on this additional amount should be calculated based on the time for which the amount remains in the business. അഥവാ എന്നാണോ നാം ആ ബിസിനസ്സിലേക്ക് അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്, ആ അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഡേറ്റ് തൊട്ട് ഫിനാൻഷ്യൽ ഇയർ എൻഡ് വരേക്കുമുള്ള പീരിയഡിലേക്കായിരിക്കണം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നാം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 3 മാസത്തിന് ശേഷം ഒരാൾ ബിസിനസ്സിലേക്ക് അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ള 9 മാസത്തിനുള്ള അഡീഷണൽ ക്യാപിറ്റലിന് മുകളിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നാം കാൽക്കുലേറ്റ് ചെയ്യുകയും വേണം.
ഇങ്ങനെയാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നാം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. Then no interest is calculated on the current account balance. കറണ്ട് അക്കൗണ്ട് ബാലൻസിന് മുകളിൽ നാം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പാടില്ല. Then next one to find out the opening capital. നാം പറഞ്ഞു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നാം കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓപ്പണിംഗ് ക്യാപിറ്റലിൻ്റെ മുകളിലായിരിക്കണം. എന്നാൽ ഏതെങ്കിലും കേസിൽ നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റൽ നമുക്ക് നൽകിയിട്ടില്ല എന്ന് വിചാരിക്കുക, ക്ലോസിംഗ് ക്യാപിറ്റൽ മാത്രമാണ് നമുക്ക് നൽകിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാം എന്നതാണ്. ടു ഫൈൻഡ് ഔട്ട് ദി ഓപ്പണിംഗ് ക്യാപിറ്റൽ, ഒന്നാമത്തെ ഐറ്റം എന്ന് പറയുന്നത് ക്യാപിറ്റൽ അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ. ആ ക്ലോസിംഗ് ക്യാപിറ്റൽ നമുക്ക് തന്നിട്ടുണ്ടാവും ക്വസ്റ്റ്യനിൽ, ആ ക്ലോസിംഗ് ക്യാപിറ്റൽ നാം എടുക്കുക. അതിലേക്ക് നാം ഒരു ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ എഴുതുന്ന ഐറ്റംസ് എന്തൊക്കെയുണ്ടോ, അഥവാ ഇവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ബാലൻസിൽ ഡെബിറ്റ് സൈഡിൽ നാം എഴുതുന്ന ഐറ്റംസ് എന്തെല്ലാം ഉണ്ടോ ആ ഐറ്റംസ് എല്ലാം തന്നെ നാം ആഡ് ചെയ്യണം. ആഡ് ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഷെയർ ഓഫ് ലോസ് ഇഫ് എനി. ഈ ഐറ്റംസ് എല്ലാം തന്നെ നമ്മൾ ക്യാപിറ്റൽ അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയറിൻ്റെ കൂടെ ആഡ് ചെയ്യുക. ലെസ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ നാം ക്രെഡിറ്റ് ചെയ്യുന്ന ഐറ്റംസ് എന്തെല്ലാം ഉണ്ടോ ആ ഐറ്റംസ് എല്ലാം തന്നെയും ലെസ് ചെയ്യുകയും മൈനസ് ചെയ്യുകയും ചെയ്യുക. പാർട്ട്നേഴ്സ് സാലറി, പാർട്ട്നേഴ്സ് കമ്മീഷൻ, ഷെയർ ഓഫ് പ്രോഫിറ്റ് പോലെയുള്ള ഐറ്റംസ്. അഥവാ ഒരു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് നാം എടുത്തു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ടാവും, അതിലേക്ക് നമ്മൾ സാലറി ആഡ് ചെയ്യുന്നു, കമ്മീഷൻ ആഡ് ചെയ്യുന്നു, ഷെയർ ഓഫ് പ്രോഫിറ്റ് ആഡ് ചെയ്യുന്നു, അതിൽ നിന്ന് ഡ്രോയിങ്സ് മൈനസ് ചെയ്യുന്നു, ഇൻട്രസ്റ്റ് ഡ്രോയിങ്സ് മൈനസ് ചെയ്യുന്നു, ഷെയർ ഓഫ് ലോസ് ആണെങ്കിൽ അത് മൈനസ് ചെയ്യുന്നു, അവസാനം നമുക്ക് ക്ലോസിംഗ് ക്യാപിറ്റൽ നമുക്ക് കിട്ടുന്നു. ഇവിടെ നേരെ തിരിച്ച് ക്ലോസിംഗ് ക്യാപിറ്റൽ തന്നിട്ട് ഓപ്പണിംഗ് ക്യാപിറ്റൽ കാണാൻ പറയുമ്പോൾ ക്ലോസിംഗ് ക്യാപിറ്റൽ അതിൻ്റെ കൂടെ ഏതൊക്കെയാണ് നമ്മൾ മൈനസ് ചെയ്തിട്ടുള്ളത് അത് ആഡ് ചെയ്യുക, അതുപോലെ തന്നെ ഏതൊക്കെയാണ് ആഡ് ചെയ്യുന്ന ഐറ്റംസ് അത് മൈനസ് ചെയ്യുകയും ചെയ്യുക. അങ്ങനെ നമ്മൾ ഡ്രോയിങ്സും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എല്ലാം തന്നെയും ആഡ് ചെയ്യുകയും സാലറിയും കമ്മീഷനും ഷെയർ ഓഫ് പ്രോഫിറ്റ് എല്ലാം തന്നെയും ഇതിൽ നിന്ന് മൈനസ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന എമൗണ്ടാണ് ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ആ ഓപ്പണിംഗ് ക്യാപിറ്റലിൻ്റെ മുകളിലാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്ര പെർസെൻറ്റേജ്, 6%, 8%, അങ്ങനെ ആ പെർസെൻറ്റേജ് തന്നിട്ടുണ്ടാവും. ആ പെർസെൻറ്റേജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക എന്നതാണ്. അടുത്തത്, ഇൻ കേസ് ദർ ആർ വിഡ്രോവൽസ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ ആസ് പെർ അഗ്രിമെൻറ്റ് ഡ്യൂറിങ് ദ ഇയർ. മൂന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിനിടയിൽ ഏതെങ്കിലും ഒരു പാർട്ട്ണർ അവരുടെ ക്യാപിറ്റലിൽ നിന്നും വിഡ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ, in case there are withdrawals out of capital as per agreement during the year, എങ്ങനെ നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമുക്ക് കണ്ടുപിടിക്കാം? കാൽക്കുലേറ്റ് ദി ഇൻട്രസ്റ്റ് ഓൺ ദി ഓപ്പണിംഗ് ക്യാപിറ്റൽ അപ് ടു ദി ഡേറ്റ് ഓഫ് വിഡ്രോവൽ ഔട്ട് ഓഫ് ക്യാപിറ്റൽ. അതായത് ഓപ്പണിംഗ് ക്യാപിറ്റലിന് മുകളിൽ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം അപ് ടു ദി ഡേറ്റ് ഓഫ് വിഡ്രോവൽ. എന്നാണോ നമ്മൾ വിഡ്രോ ചെയ്യുന്നത് ആ വിഡ്രോ ചെയ്യുന്ന പീരീഡ് വരേക്കുമുള്ള ആ പീരീഡിലേക്കുള്ള ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നാം കാൽക്കുലേറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു 4 മാസം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ക്യാപിറ്റലിൽ നിന്ന് വല്ലതും എല്ലാ എമൗണ്ടും വിഡ്രോ ചെയ്യുകയാണെങ്കിൽ ആ പീരീഡ് വരേക്കുമുള്ള ടോട്ടൽ നമ്മുടെ കയ്യിലുള്ള ക്യാപിറ്റലിന് മുകളിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാണുക. ഫോർ എക്സാമ്പിൾ, ഒരു 1 lakh rupees നമ്മുടെ കയ്യിലുണ്ട്. ആ 1 lakh rupees നിന്ന് 20,000 നമ്മൾ 4 മാസത്തിന് ശേഷം വിഡ്രോ ചെയ്യുകയാണെങ്കിൽ 4 മാസം വരേക്കുമുള്ള പീരീഡിന് 1 lakh rupees മുകളിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ് ഫോർ ദ റിമൈനിങ് പീരീഡ് ഓൺ ദി എമൗണ്ട് ലെഫ്റ്റ് ആഫ്റ്റർ ദി വിഡ്രോവൽ ഔട്ട് ഓഫ് ക്യാപിറ്റൽ. അങ്ങനെ നമ്മൾ വിഡ്രോ ചെയ്തിട്ടുള്ള പീരീഡ് ഇപ്പോൾ 80,000 നമ്മുടെ കയ്യിൽ ബാക്കി ഉണ്ടാവും. ആ 80,000 മുകളിൽ എത്രയാണോ പെർസെൻറ്റേജ് ആ പെർസെൻറ്റേജിൽ പിന്നീട് എത്ര മാസം നമ്മുടെ എമൗണ്ട് ബിസിനസ്സിലുണ്ടോ ആ പീരീഡിലേക്കുള്ള ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദീസ് ടുഗെദർ കോൺസ്റ്റിറ്റ്യൂട്ട് ദി ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഈ 2 എമൗണ്ടും കൂട്ടിക്കഴിഞ്ഞാലാണ് ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന എമൗണ്ട് നമുക്ക് ലഭിക്കുക. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാണുന്നതിന് പ്രധാനമായിട്ടും 3 കേസുകളാണ് ഉള്ളത്.
ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം നമ്മുടെ ഫിനാൻഷ്യൽ ഇയറിൽ നമ്മുടെ ബിസിനസ്സിലുള്ള ഓപ്പണിംഗ് ക്യാപിറ്റൽ എമൗണ്ട് മാത്രം നമ്മളെ കയ്യിലുള്ളൂ. 1 lakh rupees നമ്മുടെ കയ്യിലുണ്ട്, പ്രത്യേകിച്ച് അഡീഷണൽ ക്യാപിറ്റൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല, ഒന്നും വിഡ്രോ ചെയ്തിട്ടുമില്ല എന്നുണ്ടെങ്കിൽ എത്രയാണ് നമുക്ക് തന്നിട്ടുള്ള ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ പെർസെൻറ്റേജ്? ഫോർ എക്സാമ്പിൾ 10% ആണെന്നുണ്ടെങ്കിൽ ആ 1 lakh rupeesൻ്റെ മുകളിൽ 10% ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് ദർ ഈസ് അഡീഷണൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് ഡ്യൂറിങ് ദി ഇയർ, അതായത് നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇയറിൽ ആ ഇൻ്ററിം പീരീഡിൽ ഇടയിൽ വെച്ചുകൊണ്ട് നമ്മൾ ബിസിനസ്സിലേക്ക് വല്ല എമൗണ്ടും അഡീഷണൽ ക്യാപിറ്റലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നാമത് നമ്മൾ ചെയ്യേണ്ടത് ഓപ്പണിംഗ് ക്യാപിറ്റലിന് മുകളിൽ എത്രയാണോ നമ്മളെ കയ്യിൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ എത്രയാണോ ഉള്ളത് ആ ഓപ്പണിംഗ് ക്യാപിറ്റലിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റ് കാണണം. പ്ലസ് അതിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യണം എത്രയാണോ നമ്മൾ അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആ അഡീഷണൽ ക്യാപിറ്റൽ എത്ര മാസം ആണോ ബിസിനസ്സിലുള്ളത്, അഥവാ എന്നാണോ നമ്മൾ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്, ഇൻവെസ്റ്റ് ചെയ്ത ഡേറ്റ് തൊട്ട് ആ ഇയർ എൻഡ് വരേക്കുമുള്ള പീരിയഡിലേക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നാം കാൽക്കുലേറ്റ് ചെയ്യുക. അത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് ടോട്ടൽ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. മൂന്നാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തിനിടയിൽ വെച്ചുകൊണ്ട് നമ്മൾ എമൗണ്ട് വിഡ്രോ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ നാം ചെയ്യേണ്ട കാര്യം ഒന്നാമതായിക്കൊണ്ട് എന്നാണോ വിഡ്രോ ചെയ്യുന്നത് ആ വിഡ്രോ ചെയ്യുന്ന പീരീഡ് വരേക്കുമുള്ള ക്യാപിറ്റലിൻ്റെ മുകളിൽ ആ മാസത്തേക്ക് എന്നാണോ വിഡ്രോ ചെയ്യുന്നത് വിഡ്രോ ചെയ്യുന്ന മാസം വരേക്കുമുള്ള പീരീഡിലേക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ നമ്മൾ വിഡ്രോ ചെയ്തതിന് ശേഷം നമ്മളെ കയ്യിൽ എത്ര എമൗണ്ട് ആണോ ബാക്കിയുള്ളത് ആ ബാക്കിയുള്ള എമൗണ്ടിൻ്റെ മുകളിൽ എത്ര മാസമാണോ ഇയർ എൻഡ് വരേക്കും വരുന്ന ആ പീരീഡ് വരേക്കുമുള്ള ആ പീരീഡിലേക്കുള്ള ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുകയും ചെയ്യുക. ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് ആ വർഷത്തേക്കുള്ള ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇങ്ങനെ 3 കേസുകളാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിലുള്ള പാർട്ട്നേഴ്സ് ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ക്യാപിറ്റലിൻ്റെ മുകളിൽ ആ ബിസിനസ് സ്ഥാപനം പാർട്ട്നേഴ്സിന് നൽകുന്ന ഇൻട്രസ്റ്റിനെയാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. പാർട്ട്നേഴ്സ് സംബന്ധിച്ചിടത്തോളം അതൊരു ഇൻകം ആയിട്ടാണ് നാം ട്രീറ്റ് ചെയ്യുന്നത്. ഇത്രയാണ് നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ കാൽക്കുലേഷനിൽ പഠിക്കുവാനുള്ളത്. കൃത്യമായിക്കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക, സംശയങ്ങളിലേക്ക് ചോദിച്ച് ക്ലിയർ ചെയ്യുകയും ചെയ്യുക. താങ്ക് യു ആൾ.